സമാധാനത്തിന് വേണ്ടി ലെബനനിൽ അമേരിക്ക മുന്നോട്ടുവെച്ച വെടിനിർത്തൽ ശുപാർശകളോട് ഹിസ്ബുള്ള അനുകൂല നിലപാടെടുത്തതോടെ തുടർ ചർച്ചകൾക്ക് അമേരിക്കൻ പ്രതിനിധി എമസ് ഹോക്സ്റ്റെയിൻ ബെയ്റൂത്തിലെത്തി. കഴിഞ്ഞ ആഴ്ചയാണ് ഈ ശുപാർശകൾ ലെബനൻ സർക്കാർ കൈമാറിയത്. എന്നാൽ ഇതിൽ ഇസ്രായേൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയം. ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി ലെബനൻ പാർലമെന്റ് സ്പീക്കർ നെഹിബ് നബേരിയാണ് ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം 2006 അവസാനിപ്പിച്ച UN രക്ഷാസമിതിയുടെ പ്രമേയത്തിലെ വ്യത്യസ്ത വ്യവസ്ഥകളോട് നീതി പുലർത്തുന്ന ശുപാർശകളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചതെന്നാണ് സൂചന. ഇതുപ്രകാരം ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയുടെ സായുധ സാന്നിധ്യം 30 കിലോമീറ്റർ പരിധിയിൽ ഉണ്ടാവില്ല. ഈ ബഫർ സോണിൽ UN സമാധാന സേനയും ലെബനൻ സൈന്യവും കാവൽ നിൽക്കും. എന്നാൽ വീണ്ടും ഒരു സുരക്ഷാ ഭീഷണിയുണ്ടായാൽ ലെബനനിൽ എവിടെയും കടന്നു കയറാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. അതേസമയം കഴിഞ്ഞ 2 മാസത്തിനിടെ ലെബനനിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 200-ലേറെ കുട്ടികൾ കൊല്ലപ്പെട്ടെന്നും 1100 കുട്ടികൾക്ക് പരിക്കേറ്റെന്നും യുനിസെഫ് പറഞ്ഞു. ഒരു വർഷത്തിനിടെ ലെബനനിലാകെ 3516 പേരാണ് കൊല്ലപ്പെട്ടത്. തിങ്കളാഴ്ച ഭക്ഷണമടക്കമുള്ള അവശ്യ വസ്തുക്കളുമായി എത്തിയ 100 ട്രക്കറുകൾ സായുധ സംഘം കൊള്ളയടിച്ചതോടെ മധ്യ ഗാസയിൽ ഭക്ഷണക്ഷാമം വീണ്ടും കടുത്തു. അതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജെനിൻ നഗരത്തിലെ ഗബാത്തയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ 3 പലസ്തീനുകൾ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ 43,972 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 1,04,008 പേർക്ക് പരിക്കേറ്റു. യുദ്ധം 410 ദിവസം പിന്നിടുമ്പോൾ ഗാസ അധികൃതർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കൊല്ലപ്പെട്ടവരിൽ 17,492 പേർ കുട്ടികളാണ്. ഇതിൽ 825 പേർ 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളാണ് എന്നതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന വസ്തുത. അത്രത്തോളം ക്രൂര പ്രവർത്തികളാണ് ഇസ്രായേൽ ഗാസയിലും ലബനനിലും അഴിച്ചുവിടുന്നത്. പക്ഷേ അപ്പോഴും കനത്ത രീതിയിലുള്ള പ്രത്യാക്രമണങ്ങൾ ഇസ്രായേലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രത്യാക്രമണങ്ങളിൽ വലിയ തിരിച്ചടി തന്നെയാണ് ഇസ്രായേൽ ഏറ്റുവാങ്ങുന്നത്. വലിയ സൈനിക നഷ്ടം തന്നെയാണ് ഇസ്രായേൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ലെബനനിലെ വെടിനിർത്തൽ ആവശ്യത്തിന് പോലും അമേരിക്കയെ മുൻനിർത്തി ഇസ്രായേലാണ് എല്ലാ ചരട് വലിക്കുന്നത്. കാരണം ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണത്തിൽ പകച്ചു നിൽക്കുന്ന ഇസ്രായേലിന് എന്ത് ചെയ്യണമെന്നറിയാതെയാണ് മുന്നോട്ടു പോകുന്നത്. അഭിമാനക്ഷതം ഒന്നുകൊണ്ട് മാത്രമാണ് യുദ്ധത്തിൽ അവർ തോൽവി സമ്മതിക്കാത്തത്. എന്നാൽ നേരിട്ടൊരു വെടിനിർത്തൽ ചർച്ചയ്ക്കായി മുതിരുമ്പോഴും അത് തോൽവിക്ക് തുല്യമാണ്. അതുകൊണ്ട് തന്നെയാണ് US-നെ മുൻനിർത്തി ഇപ്പോൾ ഇങ്ങനെയൊരു വെടിനിർത്തൽ ചർച്ചയ്ക്ക് വേണ്ടി ഇസ്രായേൽ മുൻകൈയെടുത്തത്. പക്ഷേ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ പ്രതിനിധി ബെയ്റൂത്തിൽ എത്തിയതിന് പിന്നാലെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ പ്രതികരണവും ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഇത് അമേരിക്കയെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും കാത്തിരുന്നു കാണാം ലെബനനിൽ വെടിനിർത്തൽ ഉടൻ ഉണ്ടാകുമോ എന്നത്.